ക്ലാസ്സിന് അവന് പോകാൻ പറ്റുന്നില്ല. അതിപ്പോ കൊച്ചിന് 1 കിലോമീറ്റർ നടന്നു പോകണം. അതുകൊണ്ട് ഞാൻ കൊച്ചിനോട് പറഞ്ഞു, മോൻ പോകണ്ട, കൊച്ചു വേർക്കും, അതുകൊണ്ട് 1 കിലോമീറ്റർ നടന്ന് കുർബാനയ്ക്ക് പോകണ്ടെന്ന് കൊച്ചിനോട് പറഞ്ഞിരിക്കുന്നത്. അവൻ സ്പേസ് ടെക്നോളജി പഠിക്കുകയാണ്. സ്പേസ് ടെക്നോളജി പഠിക്കുക. നമ്മുടെ ഒരു അഹങ്കാരത്തിന്റെ ഒരു തലം ഉണ്ടായിരുന്നു. ദൈവമൊന്നും കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും CBSE സ്കൂളിൽ 100% മാർക്ക് മേടിക്കുന്ന നിങ്ങളുടെ മക്കള് വേദപാഠത്തിന് 40% മാർക്ക് മേടിച്ചാൽ നിങ്ങൾ വഴക്ക് പറയൂ? ഇല്ല. ജയിച്ചോ? നന്നായി. വേദപാഠത്തിന് ജയിച്ചാ മതി. പക്ഷെ CBSE സ്കൂളിൽ 98% മാർക്ക് മേടിക്കണം. നമ്മൾ എന്ത് സന്ദേശമാണ് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നത്? എന്നോടൊരു സഹോദരനെ കുറെ നാളുകൾക്ക് മുമ്പ് എന്നെ കണ്ടപ്പോ പറഞ്ഞു, പിതാവേ, സുവിശേഷം നമ്മളോട് പറയുന്നത് ശിഷ്യപ്പെടാനല്ലേ, എന്നിട്ട് ഇപ്പൊ എത്ര ശിഷ്യന്മാരുണ്ട്? എന്നിട്ട് അദ്ദേഹം പറയുന്നതാണ്, നമ്മൾ ഭക്തിയല്ലേ പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ, ഭക്തന്മാർ ഇഷ്ടം പോലുണ്ട്. കർത്താവിന് ഭക്തന്മാർ എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിനുണ്ട്. അദ്ദേഹം ഉദ്ദേശിച്ചത് നമ്മൾ ഈ കോവിഡ് കാലത്ത് പെരുന്നാളിനൊക്കെ നമ്മള് പ്രതിനിധി യോഗാംഗങ്ങളും പള്ളിയോഗങ്ങളും എല്ലാം കൂടെ കൂടി പുതിയ ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചനാ. ആൾക്കാർക്ക് പള്ളിയിലോട്ട് വരാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ. പുണ്യാളച്ചനെയും കൊണ്ട് നമുക്ക് എല്ലാ വീടുകളിലേക്കും അങ്ങ് പോയാലോ. അപ്പൊ നേർച്ചവരമൊക്കെ കൃത്യമായിട്ട് കിട്ടും. വലിയ ക്ഷീണമൊന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ നടക്കും. അത്യാവശ്യം പെരുന്നാൾ നടത്തിയെന്നു ആവും. അപ്പൊ ഈ പുണ്യാളച്ചനെ എഴുന്നള്ളിച്ചുകൊണ്ട് എല്ലാ വീട്ടിലും കൂടെ നടക്കുന്ന നടപ്പ് കണ്ടിട്ട് ഈ മനുഷ്യൻ എന്നോട് വന്നിട്ട് ഇപ്പൊ ചോദിക്കുക, ഇത് വല്ലോ ആണോ സുവിശേഷത്തിൽ പറയുന്നത്? നമ്മളിപ്പോ എന്നെ ഇതിനോടൊക്കെ മറുപടി പറയുന്നത്? എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, പിതാവേ, എത്ര ഭക്തരുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ഭക്തര് കർത്താവിനുണ്ട്. പക്ഷേ എത്ര ശിഷ്യരുണ്ട്? 12 തികച്ചെടുക്കാനുണ്ടോ?